ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ അഡ്വഞ്ചർ ഓഫ് സ്നിയ. ഇനി നമ്മൾ സ്ഥലം വരെ പോവാണ്, വേറെ എവിടേക്കും അല്ല, ഗുരുവായൂരിലേക്ക് പോവാണ്. മോർണിംഗ് ഒരു 5 മണിയാകുമ്പോൾ എല്ലാവരും എണീച്ച് റെഡി ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനും അച്ഛനും അമ്മയും സ്നേഹിയാണ് കേട്ടോ പോകുന്നത്. 7 മണിക്കുള്ള പരശുരാം എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത്. ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിയോണ്ടാണ് നമ്മൾ പോകാൻ തീരുമാനിച്ചത്. ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 6:15 ആകുമ്പം ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേഷനിലെത്തി അവിടുന്ന് ടിക്കറ്റൊക്കെ വാങ്ങി പ്ലാറ്റ്ഫോം നമ്പർ 2ലാണ് ട്രെയിനിൽ വരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവർ കയറി വരുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ മുകളിലേക്ക് കയറി നിൽക്കലായിരുന്നു. സത്യം പറഞ്ഞാൽ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു യാത്രയായിരുന്നു ഇത്. കാരണം അച്ഛൻ മെഞ്ഞാന്നാണ് ഈ ഒരു ട്രിപ്പിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ നമ്മളൊരു ഡിസിഷൻ എടുത്ത് എന്തായാലും പറഞ്ഞ സ്ഥിതിക്കൊന്ന് പോകാൻ. അങ്ങനെ ഇനി നമ്മൾ പോവാണ്. രാവിലെ തന്നെ പ്രത്യേകിച്ച് ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ നമ്മൾ ഉഴുന്ന വടയും തക്കാളി ചട്നിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് അങ്ങനത്തെ ട്രെയിന് വന്നു. തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇരിക്കാൻ വേണ്ടിയിട്ട് സീറ്റൊന്നുമില്ല, പക്ഷെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കുറച്ചുകൂടെ അങ്ങെത്തിയപ്പോഴേക്കും സ്നേഹക്കൊരു സീറ്റ് കിട്ടി. നമ്മൾ ആ പപ്പാതിയൊക്കെ എടുത്തു. നമ്മൾ പണ്ടേ അങ്ങനെയാണ്, ഭയങ്കര ഷെയറിങ് അല്ലേ സ്നേഹം? പിന്നെ ഭയങ്കര ഷെയറിങ്. അങ്ങനെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴേക്കും എല്ലാവർക്കും ഓരോരോ സീറ്റായിട്ട് കിട്ടാൻ തുടങ്ങി. ഫൈനലി കുറച്ചുകൂടെ അങ്ങോട്ട് എത്തിയപ്പോഴേക്കും നമ്മുടെ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ബാഗൊക്കെ എടുത്ത് റെഡിയായി ഇറങ്ങുകയാണ്. ട്രെയിൻ അത്ര ടൈമിൽ നിൽക്കും, അതുകൊണ്ട് വേഗം തന്നെ ഇറങ്ങി. ഈ ട്രെയിനിലാണ് നമ്മൾ വന്നത്. അങ്ങനെ ട്രെയിൻ പുറപ്പെട്ടു. കണ്ണൂരിൽ നിന്ന് 7 മണിക്ക് കയറി നമ്മൾ 10 മണിയാകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എക്സാക്ട് ടൈം ആണെങ്കിൽ 11 ആകുമ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തൃശ്ശൂരല്ല ഇറങ്ങിയത്, കുറ്റിപ്പുറത്താണ്. ഇനി ഇവിടുന്ന് ഗുരുവായൂരിലേക്കുള്ള ബസ്സിലാണ് നമ്മൾ പോകുന്നത്. തൃശ്ശൂർ ഇറങ്ങിയാൽ ഗുരുവായൂരിലേക്ക് പോകാൻ കുറച്ചധികം ദൂരമുണ്ട്. ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. സ്റ്റേഷൻ്റെ അടുത്താണ് കേട്ടോ ബസ് സ്റ്റാൻഡ്. ഈ നേരെ ഫ്രണ്ട് കാണുന്നത് ബസ് സ്റ്റാൻഡാണ്. ദെൻ ഇതാണ് കുറ്റിപ്പുറം സ്റ്റേഷൻ. ഈ കാണുന്നതാണ് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ്. പിന്നെ ഈ കുറ്റിപ്പുറത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് വരുന്ന ഒരാൾക്ക് ടിക്കറ്റ് പ്രൈസ് 50 റുപ്പീസാണ്. കുറ്റിപ്പുറത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് ദൂരം ഉണ്ടോ വെച്ചാൽ നമ്മൾ കുറ്റിപ്പുറത്ത് നിന്ന് ബസ് കയറിയത് 10:20-നാണ്. ഗുരുവായൂർ എത്തിയത് 11:20. എക്സാക്ട് 1 ഹവറാണ് കേട്ടോ വരുന്നത്. അങ്ങനെ 11:20 ആകുമ്പോൾ നമ്മൾ ഗുരുവായൂരിലെത്തി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെയുള്ളൊരു കോഫി ഹൗസിൽ കയറി. അങ്ങനെ കൈയൊക്കെ കഴുകി ഞാനും അമ്മയും ചപ്പാത്തിയും കുറുമക്കറിയും സ്നേഹി അച്ഛനും ഗീ റോസ്റ്റാണ് വാങ്ങിയത്. ഫുഡ് കഴിച്ചോടെ നല്ല എനർജിയായി. ഇനി ഒരു റൂം നോക്കലാണ്. അങ്ങനെ ഒരു റൂം സെറ്റായി. നമ്മൾ കഴിഞ്ഞ കൊല്ലം അതിൻ്റെ അപ്പുറത്തെ കൊല്ലം വന്നപ്പോൾ ഇവിടെ തന്നെയാണ് റൂം എടുത്തത്. അങ്ങനെ റൂമിൽ കുറച്ച് ടൈം ഇരുന്നു. അങ്ങനെ റൂമിലെത്തിയവിടെ എല്ലാവരും മുടിയൊക്കെ ഒന്ന് മാറ്റിക്കിട്ടി അമ്പലത്തിലേക്ക് പോവാണ്. നമ്മൾ ഉള്ളിൽ കയറിയിട്ടില്ല, കാരണം കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ പുറത്തുനിന്നാണ് തൊഴുതത്. ഇത് അമ്പലത്തിൽ അന്നദാനത്തിൻ്റെ ക്യൂ ആണ്. അപ്പോൾ നിങ്ങൾ എവിടെ കാണുന്ന ക്യൂ ക്ലോസ് ഇല്ല. അതിൻ്റെ ബാക്കിലുള്ളവർക്ക് ഫുഡ് കിട്ടുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഹോട്ടലിൽ പോയിട്ട് വെജ് ബിരിയാണിയാണ് കഴിച്ചത്. അവിടെ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം കണ്ടു. തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാൻ പോക്കാണ്. പക്ഷെ അമ്പലത്തിലേക്ക് പോകുന്ന വീഡിയോ എടുക്കാൻ കഴിയില്ല കേട്ടോ, കാരണം ഫോണും ബാഗും അങ്ങനത്തെ ഒന്നും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അലോ അല്ല. അത് കൂടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. സോ ഉള്ളിലേക്കുള്ള വീഡിയോ എടുക്കാൻ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ പുറത്തൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ കണ്ടത് നെസ്കേഫിൻ്റെ ഒരു കോഫി ഷോപ്പ്. അപ്പം നമ്മൾ അവിടുത്തെ കോഫി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചീസൊക്കെ അടിച്ച് കുടിക്കുകയാണ്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, പ്ലീസ് റിംഗ് ദ ബെൽ ഇഫ് യു ആർ ഹാപ്പി വിത്ത് അവർ സർവീസ്. എനിക്ക് ഇഷ്ടപ്പെട്ടാണ് ഞാൻ മേടിച്ചു. അങ്ങനെ ചൂട് കോഫിയൊക്കെ കുടിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ഒരു ഷോപ്പ് കണ്ടത്. കൃഷ്ണൻ്റെയും ഗണപതിയുടെയും അതുപോലെ ശ്രീബുദ്ധൻ്റെയൊക്കെ പ്രതിമകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കാണാൻ തന്നെ നല്ല രസമാണ്, നല്ല ഷൈനിങ് ആണ്, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അങ്ങനെ ഇവിടെ നെറ്റിച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ കാരണം ഈ കണ്ണ പ്രിയങ്ക ഫാൻസി ഷോപ്പാണ്. ഈ ഒരു ഷോപ്പ് പണ്ട് 5 രൂപ കട, അതുപോലെ അണ്ണാച്ചി കട എന്നൊക്കെ അറിയപ്പെട്ട ഒരു ഫാൻസി ഷോപ്പാണിത്. പക്ഷെ നമ്മൾ പുറത്തുനിന്നൊരു സംഭവം വാങ്ങുന്ന അതേ റേറ്റിലാണ് ഇവിടെ നിന്നും കൊടുക്കുന്നത്. അത്ര വലിയ ഡിസ്കൗണ്ടോ കാര്യങ്ങളോ. ബട്ട് ഇവിടെ എങ്ങനെയാണ് ഈ 5 രൂപ കട എന്നുള്ള പേര് വന്നതെന്നറിയില്ല. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ 5 രൂപയുടെ ഒന്നും. ബട്ട് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഏത് കളറിൽ ഏത് ഡിസൈനിലായിക്കോട്ടെ എല്ലാം നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇത് മാത്രമല്ല മുകളിലൊരു ഫ്ലോർ ഉണ്ട്, അവിടെ ഇതിനേക്കാൾ കൂടുതൽ കളക്ഷൻസ് ഉണ്ട്. അങ്ങനെയായിരുന്നു വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ടൈം ഇപ്പോൾ 10:10 ആയിട്ടുണ്ട്. അങ്ങനെ തിരക്കൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഉള്ളിൽ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ടൈം അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പം നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗുരുവായൂർ ദിവസത്തെ ഡേ 1 ഇത്രയേ ഉള്ളൂ. നാളത്തെ ഡേ 2 വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ, സീ യു.